ഞാൻ നിങ്ങളെ ഒരു ആടുജീവിതത്തിനെ കാണിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അവൻ ആ സാധനമൊക്കെ പറിച്ചു കളഞ്ഞെന്നാ തോന്നുന്നത് കേട്ടോ. ആടുജീവിതം പോയെന്ന് തോന്നുന്നു. ഒരു ആടുജീവിത സ്ട്രീം ഉണ്ടായിരുന്നു ബോബിന്റെ. ബോബേ, ഹലോ. ബോബ് ജീവിതം, അതെ. കഴിഞ്ഞോ ബോബ് ജീവിതമൊക്കെ കഴിഞ്ഞോ? ബോബ് ജീവിതമൊക്കെ കഴിഞ്ഞോ? അണ്ണാ ഇപ്പതാ ചാക്ക് ഇപ്പൊ ഊരിയതേ ഉള്ളു, ചാക്കിന്ന് ഇറങ്ങിയതേ ഉള്ളു. ഇജ്ജേടാ, ഞാൻ നിന്റെ അടുത്ത് അമ്മേരക്ക് വരാന്ന് പറഞ്ഞില്ലടാ. അണ്ണാ സംഭവം അച്ഛ ഇടക്കെന്ന് വിളിച്ച, അപ്പൊ ഈ ചാക്ക് കെട്ടി പുറത്ത് അച്ഛ ആറെ കള്ളാന്ന് കെട്ടിട്ട് ഹക്കീമിനെ റേഷൻ കട പറഞ്ഞു വിട്ടത്. ഹക്കീം ഹാഫ് ടൈം ആവേ പറഞ്ഞു. ഇവരോടൊക്കെ എന്ത് പറയാനാണ് ഗൈസ്? എന്റെ അമ്മോ, ഒരു മാറ്റിയോ മണലിരിക്കണല്ലേ എപ്പോഴും. അതേ ഹക്കീം, ഹക്കീം ഇരിക്കണ ഇവിടെ. ഹക്കീം പുറകിലിരിക്കണത്, ഹക്കീം പുറകിലിരിക്കണത്. ഇവിടെ ഇതായിരുന്നു ആട്. നിന്റെ ദേഹത്തെ ചാക്കിന്റെ നൂലാ. ഓ ഇത് 2 ചാക്കാണ് പൊളിച്ച് കയറ്റിയത്. സാധനം ഇത് പിന്നെ ഫിക്സ് ആണ്, ഒറ്റ വെപ്പം വെച്ചാ മതി. നമ്മള് തിരിച്ചായി കേട്ടോ. ഹക്കീം ഹക്കീം വീഡിയോ ഉണ്ടോ? വീഡിയോ ഇറങ്ങുന്നുണ്ട്, വീഡിയോ ഉണ്ട്. ഇത് പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫർമേഷനെക്കാളും കിടക്കും കേട്ടാ. ഇത് കിടക്കും. എനിക്ക് വിൽക്കാൻ താല്പര്യം കേട്ടോ. ഒരു മനുഷ്യൻ മറുപടി കഷ്ടപ്പെട്ട് കറക്റ്റായി കളിയായി. കറക്റ്റായും കളി പാർട്ടിക്കാരിപ്പോ കേട്ടോ. ഇപ്പൊ പ്രശ്നമായി സായിബാബെന്നൊക്കെ പറഞ്ഞെടുത്ത കമന്റ്. മരിച്ച സായിബാബ കളിയാക്കി ഗോവാക്കില്ല. എന്റെ അമ്മോ, നിന്റെ ചാക്കെന്തി അതായിരുന്നു ഐറ്റം. അയ്യോ, ചാക്ക് കൈയൊക്കെ സെപ്പറേറ്റ് ആക്കി. കൈയൊക്കെ സെപ്പറേറ്റ് ആക്കിയാ? ഉടുപ്പ് ബാഗ് സാധനം എടുത്തിട്ടുണ്ട്. ഹക്കീമിന്റെ സേഫാണ്. ഹക്കീം കുറച്ച് ബോധം വന്നതേ ഉള്ളൂ. എന്താണോ നിനക്കൊക്കെ പ്രശ്നം? മുടിയൊക്കെ ഇറക്കിയോ? ഇത് വെച്ച് 2 റൗണ്ട് ചെയ്യണമെങ്കിൽ 250 മുതലാവുള്ളൂ. 250 രൂപ മേടിച്ചാടാ? ഇതൊരു അപ്പുറത്തെ നാടക കളർ ചെയ്ത് വാടക എടുത്ത നാളെ അമാരും എടുക്കാൻ പറഞ്ഞ. എന്തിനാടാ പ്രശ്നം നിന്റെയൊക്കെ? എന്റെ ആളിയാ, പ്രശ്നം ഇതാണ്. ഇനി ഒന്ന് കുളിക്കണം. ഏതോ പഞ്ചാരച്ചാക്കായിരുന്നു ബീഹാറിൽ നിന്ന് തോന്നുന്ന. കട്ടയിലൊരു റൂം അടിച്ച് നീ വിട്ടോ അമ്മാക്കി പോതി. ഞാൻ കുളിച്ചിട്ട് പോട്ടോ. ഹക്കീം ബീഹാറിൽ നിന്ന് പഞ്ചാര ചാക്കുന്ന ഇവരെയൊക്കെ എന്ത് ചെയ്യണം കഴിച്ച? എന്റെ അമ്മു, എടാ സത്യം ഞാൻ പറയാ, ഈ ബോബിനെയാണ് ഞാൻ മിസ് ചെയ്തത്. ഇവന്റെ കോസ്പ്ലേയും അത് ഇതൊക്കെ. എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ല, ദുബായ് നിന്ന സമയത്ത് ഞാൻ ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. സത്യമായിട്ട് പറഞ്ഞ ഇവന്റെ കോസ്പ്ലേ കാണാൻ ഇന്ന് എന്തായിട്ടാ വരുന്നതെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു എനിക്ക്. എൻ്റെ ആളിയ എന്തൊക്കെ സാധനമാണോ. അയ്യോ, വൈറ്റ് ലൈവ് വെക്കുന്നോ? എടാ വൈറ്റ് ലൈവ് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ വൈറ്റ് ലൈവിന്റെ തുടക്കം കണ്ടില്ലെങ്കിലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബോബ് TV നോക്കിക്കോണേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് വരും കേട്ടോ. എന്റെ ആളിയാ, ഞാൻ തിയേറ്ററിൽ പോയിരുന്ന കരഞ്ഞ പടമാണ്. ഇപ്പൊ ഈ ബീജം കേൾക്കുമ്പോ ഈ വയറിന് ഓർമ്മ വരണേ.
ആ ഫ്രെയിം നോക്ക്, ഇജാതി എഫേർട്ട് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അവൻ ഇന്നലെ അരിച്ചാക്കൊപ്പിക്കാനും അതൊപ്പിക്കാനും ഇതൊപ്പിക്കാനും ഒക്കെ നടക്കുവായിരുന്നാ പാവം. നോക്ക്, ഇജാതി എഫേർട്ട്. കോസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. നമ്മുടെ മലയാളത്തിൽ ആരുമില്ല ശരിക്കും പറഞ്ഞ കോസ്പ്ലേ സ്ട്രീം ചെയ്യുന്നത്. ഇജാതി നോക്ക്. ജീവനെ കിട്ട അപ്പോഴേ കൊണ്ടുപോയി ജാക്ക് സ്പാരോ. ഇവിടെ എന്തൊക്കെ വിഷയമായിരുന്നു അറിയോ? വെള്ളം പിടിച്ച് കൂടെ വായിപ്പോയി. എടാ ഇതൊക്കെ കാണേണ്ട അവസ്ഥ, പൃഥ്വിരാജൊക്കെ ഇത് കാണേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കി. എന്റെ അമ്മോ. സോ അപ്പം ഇന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കോഡ് നോക്കാം.